ഇവിടെ ജനാധിപത്യം പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരമകാരണങ്ങൾ അന്വേഷിച്ച് ചെല്ലുന്ന വിദ്യാർത്ഥിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ജനാധിപത്യത്തിൻ്റെ പരാജയത്തിന് അല്ലെങ്കിൽ പരിഹാസ്യമായ അതിൻ്റെ ഇന്നത്തെ മുഖപ്രകൃതത്തിന് കാരണം ജനസഞ്ചയത്തിൻ്റെ പ്രതികരണശേഷിയുടെ നിരാസമാണ്. മറ്റൊന്ന്, ഇവിടെ രാഷ്ട്രീയ കക്ഷികൾ 635 ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് 2 രാഷ്ട്രീയ കക്ഷികളേ ഉള്ളൂ എന്നാണ്. ഒന്ന്, അധികാരത്തിൽ കയറിയിരുന്ന് അധികാരം കൊണ്ടു നടക്കുന്ന കക്ഷി. 2, അധികാരത്തിൽ കയറാൻ കഴിയാതെ പുറത്തുനിന്ന് അധികാരോന്മുഖമായി പ്രവർത്തിക്കുന്ന കക്ഷികൾ. കയറിയിരിക്കുന്നവൻ ഏത് തരത്തിലുള്ള മാർഗം ഉപയോഗിച്ചും തനിക്ക് കൈവന്ന അധികാരത്തെ സുരക്ഷിതമാക്കാൻ പരിശ്രമിക്കുന്നു. അതിന് സഹായകമാകുന്ന സകലതും അവരുടെ ധർമ്മമാണ്. പുറത്തിരിക്കുന്നവൻ ഏത് മാർഗം ഉപയോഗിച്ചും അധികാരത്തിൽ കയറാനുള്ള ശ്രമം. ഈ 2 സംസ്കൃതിയല്ലാതെ രാഷ്ട്രീയ രംഗത്ത് മൂന്നാമതൊരു സംസ്കൃതി പരിചയപ്പെടാൻ നമുക്ക് കഴിയുന്നില്ല. ഇവിടെ ഒരു കാലമുണ്ടായിരുന്നു നമുക്ക് ആദർശത്തിൽ അവലംബിതമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ കാലം. മൂല്യങ്ങൾ, മാനുഷിക ബന്ധങ്ങൾ, ആദർശ പ്രേമം ഇതൊക്കെ പൂത്തുലഞ്ഞു നിന്നൊരു കാലം നമുക്കുണ്ടായിരുന്നു. നാം ആദർശങ്ങളിൽ നിന്നെല്ലാം അകന്നകന്നകന്ന് ഇന്നിവിടെ എത്തിയപ്പോൾ ഇത്തരത്തിലുള്ള ആദർശ വ്യഭിചരണത്തിൻ്റെ, ആദർശ ഭ്രംശത്തിൻ്റെ ഒരു കുഴിക്കളരിയിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ കുറ്റവാളികൾ ഇവിടെ കടന്നു വരുന്നത്? എന്തുകൊണ്ടാണ് രാഷ്ട്രീയം ക്രിമിനലൈസ് ചെയ്യപ്പെടുന്നത് എന്ന് നാം ഒന്ന് അന്വേഷിക്കുമ്പോൾ എൻ്റെ വിനീതമായ സമർപ്പണം ഇതാണ്. ഇത് വളരെ പ്രമുഖമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ കുറ്റം ചെയ്താൽ ശിക്ഷിക്കാൻ വ്യവസ്ഥകളുണ്ട്. പക്ഷേ കുറ്റം ചെയ്തവരെ ശിക്ഷിക്കുന്ന സമ്പ്രദായം നാം കൈമോശം വരുത്തിയിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിലെ ഈ ധാർമ്മിക ച്യുതിയെ നേരിടുവാൻ നാം ശക്തരാവണം, പ്രാപ്തരാവണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അത്തരമൊരു പ്രഭാതത്തിന് വേണ്ടി ഹവിസ്സുകളെ പോലെ അർപ്പിക്കുക. ഞാൻ ഈ സെമിനാർ താത്പര്യപൂർവ്വം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടുകയും സ്വന്തമായ ഒരു ഭരണഘടന രൂപപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ സത്യം, സമത്വം, സ്വാതന്ത്ര്യം എന്ന ആദർശവാക്യങ്ങൾ നമ്മൾ ഉയരങ്ങളിൽ കേട്ടുകൊണ്ടിരുന്നു. ആ ആദർശവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ മുന്നോട്ട് നയിച്ചിരുന്നവർ അന്ന് പ്രകാശം പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തേജോഗോളങ്ങളായിരുന്നു നമ്മുടെ നേതാക്കളെങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കളുടെ അവസ്ഥ എന്താണ് എന്ന് ശാന്തമായി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നിലവിലെ പാർലമെന്റ് അംഗങ്ങളിൽ 40 പേർ ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്. അതുപോലെ ഇന്ത്യയിൽ മൊത്തമുള്ള 4072 നിയമസഭാ സാമാജികന്മാരിൽ 700 പേർ കുറ്റവാളികളാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 13,952 സ്ഥാനാർത്ഥികളിൽ 1500 പേർ ക്രിമിനലുകളായിരുന്നു. നിയമം നിർമ്മിക്കുന്നവരും പരിഷ്കരിക്കുന്നവരും ലംഘിക്കുന്നവരുമെല്ലാം ഒരു കൂട്ടരായതുകൊണ്ട് മൂല്യബോധം വ്യക്തികളെ തൊട്ടു തീണ്ടാത്തിടത്തോളം കാലം ഏത് നിയമമുണ്ടാക്കിയാലും അത് അനർത്ഥമായി തീരുകയേ ഉള്ളൂ. നിയമങ്ങൾ ഫലപ്രാപ്തി കൈവരിക്കണമെങ്കിൽ സദാചാര ധാർമ്മിക വിദ്യാഭ്യാസം രാഷ്ട്രീയ പാർട്ടികളുടെ അജണ്ടയിലെ മുഖ്യ ഇനമായി മാറണം. നേതൃപദവിയും ഉന്നത സ്ഥാനങ്ങളും മാന്യന്മാർക്ക് മാത്രം പ്രാപ്യമാവുന്ന അവസ്ഥ സംജാതമാവണം. ഗുണ്ടകളെ വിളയിച്ചെടുക്കുന്നതിന് പകരം പച്ച മനുഷ്യരായ അണികളെ വളർത്തിയെടുക്കാനാവണം രാഷ്ട്രീയ കക്ഷികളുടെ മത്സരം. ഈ ജമാഅത്ത് ഇസ്ലാമി പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്ന മൂല്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊടുക്കുന്ന എല്ലാ ശ്രമങ്ങളും ഈ രാജ്യത്തെ നിങ്ങൾ കൗതുകപൂർവ്വം നോക്കിക്കാണുകയാണ്. ആ പ്രവർത്തനവുമായി നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ മൂല്യവൽക്കരണ പ്രക്രിയയുടെ വക്താക്കളാക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും മാറി നിൽക്കുന്ന ആളുകൾക്ക് പോലും ആവേശം ഉളവാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കും എന്നാണ് എനിക്ക് ആ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. 40ഓളം അറിയപ്പെടുന്ന ക്രിമിനലുകൾ ലോക്സഭയിൽ അംഗങ്ങളായിട്ട് വന്നിട്ടുണ്ട് എന്ന് വരുമ്പോൾ സ്പീക്കറേക്കാളേറെ ആ ലോക്സഭയിൽ അംഗമായിട്ടിരിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല. എന്നെപ്പോലുള്ള ആളുകൾ തികഞ്ഞ ദുഃഖത്തോടുകൂടി അതിലേറെ കഥനഭാരത്തോടുകൂടിയാണ് ആ വസ്തുതയെ നോക്കിക്കാണുന്നത്. എനിക്ക് ദുഃഖം തോന്നിപ്പോയി നാട്ടുകാരെ എന്ന് ഞാൻ നിങ്ങളോട് പറയാ, കരയാ. ഞാൻ കണ്ണീരോടുകൂടിയാണ് അത് കണ്ടത് എന്ന് പറയുക. ആ കണ്ണീരിന് അർത്ഥമുണ്ടാകണമെങ്കിൽ, ആ ദുഃഖ
സമൂഹത്തിന് എന്തെങ്കിലും മൂല്യമുണ്ടാകണമെങ്കിൽ എൻ്റെ കഴിവനുസരിച്ച് അത് തിരുത്താൻ ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? ജമാഅത്തെ ഇസ്ലാമിയെയാണ് നാം കാണേണ്ടത്. ജമാഅത്തെ ഇസ്ലാമി പ്രതിദാനം ചെയ്യുന്ന സംസ്കാരം എന്താണ്? അതിലേതെങ്കിലും ഒരു പ്രവർത്തകൻ ഒരുപക്ഷെ മോശക്കാരനായിരിക്കാം, പക്ഷെ അതല്ല ആ സംഘടനയുടെ സംസ്കാരം. ആ സംഘടനയുടെ സംസ്കാരം തിരുത്താൻ ശ്രമിക്കാൻ കഴിയാത്തിടത്തോളം അങ്ങനെ തിരുത്താൻ ശ്രമിച്ചതാണ് AK ശശീന്ദ്രൻ ഈക്കൽ പാർട്ടി ആയിപ്പോയത്. എന്ന് പറഞ്ഞാൽ തിന്മയെ എതിർക്കുന്നവരെ ഈർക്കൽ പാർട്ടിയിലേക്ക് എത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമാണ് ഇന്ത്യയിലുള്ളത് എന്നും അതുകൊണ്ട് രാഷ്ട്രീയത്തിന് മഹാഭൂരിപക്ഷം ക്രിമിനലിസത്തിന് അധിഷ്ഠിതമാണ് എന്നും അദ്ദേഹം തന്നെ തന്റെ പ്രസംഗത്തിലൂടെ ഇവിടെ സമർത്ഥിക്കുകയാണ് ചെയ്തത്. ജമാഅത്തെ ഇസ്ലാമി ഈ വിഷയം കൈകാര്യം ചെയ്യാനുള്ള കാരണം അത് തന്നെയാണ്. ഒരു കൈത്തിരി എങ്കിലും കത്തിച്ചു വെക്കാൻ കഴിഞ്ഞാൽ അത് ഭാഗ്യമായി. അങ്ങനെ എല്ലാവർക്കും ഓരോ കൈത്തിരി കത്തിച്ചു വെക്കാൻ സാധിച്ചാൽ അത് ഒരു പ്രകാശഗോപുരമായി മാറുകയും മൂല്യനിരാസത്തിന്റെ മുഖച്ഛായയുള്ള രാഷ്ട്രീയമാകുന്ന ഈയാമ്പാറ്റകൾ, ആ രാഷ്ട്രീയക്കാരനാകുന്ന ഈയാമ്പാറ്റകൾ ആ പ്രകാശഗോപുരത്തിന്റെ വെളിച്ചത്തിൽ വെണ്ണീരായി പോവുകയും ചെയ്യും എന്നുള്ളതാണ് എൻ്റെ എളിയ വിശ്വാസം. 2000 ജനങ്ങൾ ജീവിക്കുന്ന ഒരു പ്രദേശത്ത് 6 പേരുള്ള ഒരു അധോലോകം കഴിഞ്ഞ 1-2 മാസങ്ങളുമായി വളരെ ശക്തമായി അവർ വിചാരിച്ച് നടക്കുന്നു എന്നതാണ് കഥ. അവരെ ആരെ അടിക്കണം തോന്നിയാൽ, ആരെ മർദ്ദിക്കണം തോന്നിയാൽ അത് മുന്നണികൾ അവർക്ക് പ്രശ്നമല്ല. ആ മുന്നണി ഏത് മുന്നണിയായാലും തർക്കല, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായാലും തർക്കല, അവൻ്റെയൊക്കെ നശിപ്പിക്കാനും അവൻ അടിക്കാനും അവൻ്റെ വാഴ നശിപ്പിക്കാനും അവൻ്റെ വീട് തീയൊക്കാനും ഒക്കെ ചെയ്തിട്ടുള്ള കഥ ഇന്നത്തെ മലയാള മനോപത്രത്തിലാണ്. ജുഡീഷ്യൽ ആക്ടിവിസത്തിന് ഡെമോക്രസിയെ ഒരു വേള സംരക്ഷിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുപരി പ്രസ് ആക്ടിവിസത്തിന് ഡെമോക്രസിയെ സംരക്ഷിക്കുവാൻ കഴിയും. പക്ഷെ ഇന്നത്തെ പ്രസ് എന്താണ്? ഇന്നത്തെ പ്രസ് യജമാനന്മാർക്ക് റാൻ മൂളിക്കൊണ്ടിരിക്കുന്ന ഹിസ് മാസ്റ്റേഴ്സ് വോയിസിന്റെ ആ ദുർഗതിയോളം അധപ്പതിച്ചു കഴിഞ്ഞ പ്രസ്സാണ്, പ്രിന്റ് മീഡിയയാണ് ഇന്ന് നമുക്ക് പലയിടത്തും കാണാൻ കഴിയുന്നത്. ജമാഅത്തെ ഇസ്ലാമി അവകാശപ്പെടുന്നു ക്രിയാത്മകമായി ഈ രാജ്യത്തെ രാഷ്ട്രീയത്തെ സംസ്കരിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഏക സംഘടിത പ്രസ്ഥാനമാണ് അത് എന്ന്. എങ്ങനെയെന്ന് ചോദിച്ചാൽ 2 മാർഗമാണ്. ഒന്ന് താൽക്കാലികമായ മാർഗം തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് പഠിച്ച് പരിശോധിച്ച് അവർ കുറ്റവാളികളല്ല, അഴിമതിക്കാരല്ല, ക്രിമിനലുകളല്ല, സാമൂഹ്യദ്രോഹികളല്ല, വ്യഭിചാരികളല്ല, മദ്യപാനികളല്ല, പെൺപിടിയന്മാരല്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ വോട്ട് നൽകുകയുള്ളൂ എന്ന് പ്രഖ്യാപിക്കുകയും അങ്ങനെയുള്ളവരെ മാത്രമേ നിങ്ങൾ സ്ഥാനാർത്ഥികളായി നിർത്താവൂ എന്ന് സംഘടനകളോട് ശക്തമായി ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പറയുന്ന ഏക പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്നത് ഞങ്ങൾ അഭിമാനത്തോടു കൂടി രാജ്യത്തോട് പറയാൻ ഞങ്ങൾക്ക് കഴിയും. പതിനൊന്നാം ലോക്സഭയുടെ പതനം, പുതിയ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലം, സമ്മേളനത്തിന്റെ പ്രഖ്യാപിക്കപ്പെട്ട തീയതികളും നിശ്ചയിക്കപ്പെട്ട പ്രദേശവും മാറ്റേണ്ട സാഹചര്യം. സ്ത്രീയുടെ ശാരീരികവും മാനസികവുമായ ഘടന പുരുഷൻ്റേതിൽ നിന്നും ഭിന്നമാണ് എന്ന് മനസ്സിലാക്കണം. കാരണം സ്ത്രീയെ സൃഷ്ടിച്ചത് തന്നെ മാതൃത്വത്തോട് പൊരുത്തപ്പെടുന്ന തരത്തിലുള്ള ഒരു സൃഷ്ടിപ്പാണ്. മാത്രമല്ല അവരുടെ ശരീരത്തിൻ്റെ എല്ലുകളും പേശികളും സൃഷ്ടിച്ചിരിക്കുന്നതും ആ മാതൃത്വത്തെയും കുട്ടികളെയും കുടുംബത്തെയും പോറ്റി വളർത്തുവാനും അവരോട് കരുണവും സ്നേഹവും വളർത്തിയെടുക്കുവാനും ഉതകുന്ന തരത്തിലുള്ള ഒരു സൃഷ്ടിപ്പാണ്. അതുകൊണ്ട് ഒരിക്കലും പുരുഷനോട് കിടപിടിച്ചുകൊണ്ട് പുരുഷൻ്റെ ഒപ്പം സമത്വത്തിൻ്റെ കൂടി അവരോടൊപ്പം കിടപിടിച്ചുകൊണ്ട് എന്നല്ല അവരുടെ മുൻപന്തിയിലെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും സാധ്യമല്ല. നമ്മുടെ ലിംഗാവസ്ഥയെക്കുറിച്ചുള്ള ബോധം നമ്മുടെ തലയിൽ അടിച്ചു കയറ്റി ഒരു പെണ്ണാണെങ്കിൽ ഈ സമൂഹത്തിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഈ സമൂഹത്തിൽ കുടുംബകാര്യങ്ങൾ നോക്കണം, വീട്ടു ജോലി ചെയ്യണം, ഭർത്താവിൻ്റെയും കുട്ടികളുടെയും ക്ഷേമങ്ങൾ അന്വേഷിക്കണം, ഇതൊക്കെയാണ് ഒരു പെണ്ണിൻ്റെ കടമ എന്നുള്ള രീതിയിൽ നമ്മളുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ ഇന്നത്തെ കുടുംബ വ്യവസ്ഥയ്ക്കകത്ത്
ഉള്ള സാഹചര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മൾ സ്വയം അബലകളാണ് എന്നുള്ള വിശ്വാസത്തിലാണ് നിരന്തരം കഴിയുന്നത്. അപ്പോൾ നമുക്ക് ഈ സമൂഹത്തിൽ കാണുന്ന തെറ്റുകളോട് അല്ലെങ്കിൽ നമുക്കെതിരായി വരുന്ന ആക്രമണങ്ങളോട് നമ്മൾ അബലകളായതുകൊണ്ട് നമ്മൾ അതിനോട് പ്രതികരിക്കരുത്. ആ പ്രതികരണം പോലും നമ്മൾ പുരുഷന്മാരെ ഏൽപ്പിക്കണം എന്ന് നമ്മളെ ചെറുപ്പത്തിലെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ ഒരു കാരണം കൊണ്ടാണ് നമുക്ക് പ്രതികരണ ശേഷി ഇല്ലാതെ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ നമ്മൾ യഥാർത്ഥത്തിൽ അബലകളല്ല. സ്ത്രീയുടെ ശരീരപ്രകൃതി എന്ന് പറയുന്ന അവൾ അബലയാണ്, ദുർബലയാണ് എന്ന് ചിത്രീകരിക്കുവാനല്ല, മറിച്ച് സ്ത്രീ പ്രബലയാണ്. അവൾ ശക്തിയുള്ളവളാണ്. പക്ഷെ ആ ശക്തി കേന്ദ്രീകരിച്ചിരിക്കുന്നത് മറ്റൊരു വശത്താണ്. തീർച്ചയായും അവളുടെ പ്രകൃതിപരമായ ധർമ്മം മറന്നുകൊണ്ട് തൻ്റെ കുഞ്ഞിനെ മുലയൂട്ടുക എന്ന ആ കുഞ്ഞ് മറ്റെന്തെങ്കിലും ആഹാരം കഴിക്കുന്നത് വരെയെങ്കിലും, ആ കുഞ്ഞിൻ്റെ ശരീരത്തിന് അല്പമെങ്കിലും ഉറപ്പും ഭദ്രതയും വരുന്നത് വരെയെങ്കിലും ആ കുഞ്ഞിനെ തൻ്റെ മൃദുലമായ കൈകൾ കൊണ്ട് പരിലാളിക്കുവാനുള്ള അവസരം നിഷേധിച്ചുകൊണ്ട് ഫാക്ടറികളിലും തൊഴിൽശാലകളിലേക്കും ഇറങ്ങുവാൻ തയ്യാറായപ്പോൾ ഇവിടെ തകർന്നത് സ്ത്രീയുടെ മനസ്സും ശരീരവും അവളുടെ കുടുംബവും വരും തലമുറയുമായിരുന്നു എന്നതാണ് വസ്തുത. ഇങ്ങനെ അന്ധവിശ്വാസത്തിന്റെ കേന്ദ്രങ്ങളിലേക്ക് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരും അവിടെ സ്ഥാനാർത്ഥികളും തിക്കും തിരക്കുമാണ്. അന്ധവിശ്വാസ കേന്ദ്രങ്ങളിൽ പോയി അനുഗ്രഹം വാങ്ങിയതിന് ശേഷമേ അവർ പത്രിക സമർപ്പിക്കുക പോലും ചെയ്യുന്നുള്ളൂ. കുറച്ചു മുമ്പ് നമ്മുടെ നാട്ടിൽ പ്രസിദ്ധമായ ഒരു സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം. ആളുകളെ അന്ധവിശ്വാസത്തിൽ കെട്ടിയിട്ട് അധികാരം കയ്യിലടക്കുന്നതിന് വേണ്ടി കുറുക്കു വഴികൾ അന്വേഷിച്ച് നടക്കുന്ന അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഒപ്പിച്ചെടുത്ത വേലയാണ് നമ്മുടെ നാട്ടിലെ ബിംബങ്ങളുടെ പാലുകുടി. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടി 50ാം വാർഷികം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ നമ്മുടെ രാഷ്ട്ര നേതാക്കന്മാർ പറഞ്ഞത് ഇനിയും മറ്റൊരു സ്വാതന്ത്ര്യ സമരത്തിന് സമയമായി എന്നായിരുന്നു. ഈ യാഥാർത്ഥ്യത്തിലേക്ക് ഇത് പറയുവാൻ അവർക്ക് പ്രചോദനമേ നൽകിയത് പൂർവ്വ കൊളോണിയൻ ശക്തികൾ പൂർവാധികം ശക്തിയോടുകൂടി നമ്മുടെ ചിന്തയെയും സംസ്കാരത്തെയും ഇന്നും മടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യ സത്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. പഴയ പട്ടാള മേധാവികളും സൈന്യ സജ്ജീകരണങ്ങളും നേരിട്ട് നമ്മെ ഭരിക്കുന്നില്ലെങ്കിലും നമ്മുടെ നാട്ടിൽ ഭരണം നടത്തുന്നില്ലെങ്കിലും അങ്ങ് ദൂരെ അവരുടെ രാജ്യങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളാൽ നമ്മുടെ ചിന്തയുടെ പരിധി മുതൽ ചന്തയിലെ പച്ചക്കറികൾ വരെ അവർ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് വസ്തുത. ഇന്ന് അമ്മായിയും ആശ്വസിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മരുമകൾ എനിക്കൊരു നല്ല കറിയുണ്ടാക്കി തന്നു എന്ന അമ്മായിമ്മ ആശ്വാസം കൊള്ളുന്നുണ്ടെങ്കിൽ അതും ഇന്നത്തെ മരുമകളുടെ ഗുണമല്ല, കറി പൗഡറുകൾ നിർമ്മിക്കുന്ന കമ്പനിക്കാരുടെ ഗുണമാണ്. എല്ലാ മരുമക്കളുണ്ടാക്കിയാലും ഒരേ രുചിയുള്ള ഭക്ഷണങ്ങൾ എല്ലാ അമ്മായിമ്മമാർക്കും കിട്ടുന്ന രൂപത്തിലുള്ള കറി പൗഡറുകൾ, മസാലപ്പൊടികൾ ഇന്ന് കമ്പനികൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത ധാരാളം കാര്യങ്ങളിൽ നാം ഈ ഉപഭോഗ സംസ്കാരത്തിൻ്റെ അടിമകളായി മാറിയിരിക്കുന്നു. ഞാൻ എൻ്റെ സഹോദരിമാരോട് പറയുന്നു, നിങ്ങൾ TV-യിൽ എന്ത് കാണണം എന്ന് നിങ്ങൾ തീരുമാനിക്കണം. അത് മറ്റേതെങ്കിലും ആളുകളല്ല തീരുമാനിച്ചു തരേണ്ടത്. നിങ്ങളുടെ പല്ല് നിങ്ങൾ എങ്ങനെയാണ് വൃത്തിയായി സൂക്ഷിക്കേണ്ടത് എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ ആമാശയത്തിന് യോജിച്ച, നിങ്ങളുടെ ശരീരം പുഷ്ടിപ്പെടുത്തുവാൻ യോജിച്ച, നിങ്ങളുടെ മക്കളുടെ ബുദ്ധി വളർച്ചയ്ക്ക് ഏത് ബ്രഹ്മിയാണ് ആവശ്യമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്, പരസ്യലോപികളല്ല. തീർച്ചയായും അവർ അബലകളല്ല, ശക്തരാണവർ. പ്രതികൂലമായ സാഹചര്യങ്ങളിലും വിപ്ലവ ശക്തികളായി ജ്വലിച്ചു നിന്നവർ. ഹിറായിലേക്കുള്ള വഴിയിൽ അവരുടെ ശബ്ദം കനത്തതായിരുന്നു. അവരുടെ സേവനങ്ങൾ വിലപ്പെട്ടതായിരുന്നു. ഹിറാ ഭൂമിയിൽ ഭേരി മുഴങ്ങിക്കഴിഞ്ഞു. തികഞ്ഞ പ്രതീക്ഷയോടെ വരാനിരിക്കുന്ന മഹാപ്രവാഹത്തെ
രണ്ട് കണ്ണും തുറന്ന് അവൾ കാത്തിരുന്നു. സ്വാഗതം ഹിറായിലേക്ക്, ഹിറായിലേക്ക്. കടലുണ്ടിപ്പുഴ ആ കഥകൾ ചൊല്ലിയൊഴുകി. പത്രമാധ്യമങ്ങൾ ആ വാർത്തകൾ ദിക്കെങ്ങും ഉദ്ഘോഷിച്ചു. പറവകൾ ആ സംഗീതം നാടെങ്ങും പാടി പാടി പറന്നു. ഹിറായിലേക്ക്, ഹിറായിലേക്ക്. മുഴുവൻ മനുഷ്യരും ഒരേ ദൈവത്തിന്റെ സൃഷ്ടികളും ഒരേ മാതാപിതാക്കളുടെ മക്കളുമാണ്. അവർക്കിടയിൽ വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും ജാതിയുടെയും മതിൽക്കെട്ടുകളില്ല. എല്ലാവരും ആദാമിന്റെ മക്കൾ. ആദാമാകട്ടെ മണ്ണിന്റെ പുത്രനും. മനുഷ്യന്റെ നന്മയാണ് മഹത്വത്തിന്റെ മാനദണ്ഡം. ഉച്ചനീചത്വങ്ങളില്ലാത്ത സർവരും സോദരത്തേന വാഴുന്ന വിശ്വമാനവിക ഐക്യത്തിന്റെ സന്ദേശമാണ് ഇസ്ലാം ഉദ്ഘോഷിക്കുന്നത്. കേരള ജനതയെ ഒന്നടങ്കം ക്ഷണിച്ചു. ഏപ്രിൽ മാസത്തിലെ 2 ദിനങ്ങൾ ഹിറായിലേക്ക്, ഹിറായിലേക്ക്. ഹിറ ഒരുങ്ങുകയായി. വിരുന്നുകാർക്കു തണലേകാൻ മച്ചും മേൽക്കൂരയും തീർത്തു. പ്രസ്ഥാന നേതാക്കൾ അവർ മാസങ്ങളോളം ഹിറായിൽ തന്നെയായിരുന്നു. മുറ്റവും തൊടിയും അലങ്കരിക്കണം. വഴിയുടനീളം വെളിച്ചം തൂക്കണം. വരുന്നവർക്കെല്ലാം സദ്യയൊരുക്കണം. ജനലക്ഷങ്ങളെ എതിരേൽക്കാൻ ദൈവത്തിലർപ്പിച്ച്, എല്ലാം ദൈവത്തിലർപ്പിച്ച് അവർ കഠിനാധ്വാനം ചെയ്തു. بدت الأشعة من حرى لتضيء مكة والقرى. بدت الأشعة من حرى لتضيء مكة والقرى. بدت الأشعة من حرى لتضيء مكة والقرى. وتبيد سلطة قيصر وتعيد صيحة حيدرا.
حراك تبرد النار هناك وعصا موسى فداك يبرئ الأكمه ذاك ربي بارك في حراك يا ربي بارك في حراك ربي بارك في حراك يا ربي بارك في حراك بدت الأشياء من حراك تري مكة والقرى وتبيد سلطة قيصر وتعيد صيحة حيدرا ربي بارك في حراك يا ربي بارك في حراك ربي بارك في حراك يا ربي بارك في حراك تدعو إلى الدين القويم إلى الصراط المستقيم فيه الأخوة تستديم والحب بين ذوي النسيم ربي بارك في حراك يا ربي بارك في حراك ربي بارك في حراك يا ربي بارك في حراك بدت الأشياء من حراك تري مكة والقرى وتبيد سلطة قيصر وتعيد صيحة حيدرا ربي بارك في حراك يا ربي بارك في حراك ربي بارك في حراك يا ربي بارك في حراك بدت الأشياء من حراك تري مكة والقرى وتبيد سلطة قيصر وتعيد صيحة حيدرا ربي بارك في حراك يا ربي بارك في حراك ربي بارك في حراك يا ربي بارك في حراك ربي بارك في حراك يا ربي بارك في حراك ربي بارك في حراك يا ربي بارك في حراك 1998 ഏപ്രിൽ 18 ഹിറാ നഗറിൽ പൂർണ്ണ സൂര്യോദയം.
ജനലക്ഷങ്ങളുടെ പ്രവാഹത്തിൽ ഹിറാ നഗർ വീർപ്പുമുട്ടി. പരിമിതമായ സൗകര്യങ്ങളിലും ഹിറ അവരെ ഹൃദ്യമായി സ്വീകരിച്ചു. ഹിറായിലേക്കുള്ള വഴികൾ രണ്ടായി പിരിഞ്ഞു. സ്ത്രീകളും പുരുഷന്മാരും വേറിട്ടു സജ്ജീകരിച്ച പന്തലുകളിലേക്ക്. സദസ്സിൽ പൂർണ്ണമായ നിശബ്ദതയിൽ അച്ചടക്കവും പാലിക്കണമെന്ന് സ്നേഹപൂർവ്വം വിനയപൂർവ്വം ഇതിനുള്ള ആവശ്യകതയാണ്. നാം ഇവിടെ സൗകര്യങ്ങൾ ചെയ്തിട്ടുള്ളത് പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിച്ച ആളുകൾക്കാണ്. രണ്ടു കാരണങ്ങളാൽ ഒരുപക്ഷെ ചില സൗകര്യങ്ങൾ പരിമിതമായേക്കും. ഒന്ന്, പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ വന്നു ചേരുന്നത് കൊണ്ട് സൗകര്യങ്ങളിൽ ചില പരിമിതികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ പരിമിതി അല്ലാഹുവിനെ ഓർത്തുകൊണ്ട്, പടച്ചവനെ ഓർത്തുകൊണ്ട് നിങ്ങൾ സഹിക്കണം എന്ന് വിനയപൂർവ്വം ആവശ്യപ്പെടുകയാണ്. ഓരോരുത്തരും അവരവരുടെ സൗകര്യങ്ങൾക്കുപരി അവരുടെ സൗകര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഉയർന്ന ഒരു അന്തരീക്ഷമാണ് ഈ സമ്മേളനത്തിന്റെ പ്രതിനിധികളിൽ നിന്നും സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. കർശനമായി പുകവലി ഈ പരിസരത്ത് നിരോധിച്ചിരിക്കുന്നു. ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും നിങ്ങളെ സേവിക്കുന്ന വളണ്ടിയർമാരുമായി നിങ്ങൾ സഹകരിക്കണം. ഈ നഗരിയുടെ സമീപത്തുകൂടി ഒഴുകുന്ന പുഴയിൽ അല്പം നടന്നു പോയിട്ടാണെങ്കിലും കുളിക്കാൻ സൗകര്യമുണ്ട്. ആ വിഷയത്തിൽ പറയാനുള്ളത് കുട്ടികളെ സ്വന്തമായി പുഴയിലേക്ക് പറഞ്ഞയക്കരുത് എന്നാണ്. मैं इस इज्तिमा का इत्तेफाक करते हुए अपने तमाम
इस इस्लामी शरीफ बहनों भाइयों से कहता हूँ, पूरी तवज्जो के साथ इस दौरान कुरान शरीफ होइए, पूरी तवज्जो के साथ इधर उधर के ख्याल को जाने लगेंगे, पूरी दिलचस्पी के साथ इसमें हिस्सा लीजिए। एक दूसरे के आराम का ख्याल रखिए। यहाँ बुजुर्ग भी हैं, औरतें भी हैं, महिलाएं हैं, बच्चे हैं, उनकी तकलीफ का ख्याल कीजिए और खुद तकलीफ उठाकर उनको आराम हो सके। तीसरी बात जो बहुत जरूरी है कि आप यहाँ जवाब में लागू होता रहा केरला के हर जगह से लोग आए हैं, पैसा खर्च करके आए हैं, सब तकलीफ उठाकर आए हैं और सब तकलीफ उठा रहे हैं इसी सेवा के लिए। ये आप खूब जानते हैं, लेकिन याद रखिए ये सब जमा होना आपका सिर्फ अल्लाह के लिए है, सिर्फ अल्लाह के लिए है जो आप जमा हुए हैं। उसका कलिमा बुलंद हो, उसका पैगाम खुदा के बंदों तक पहुंचे, खुदा की किताब खुशबू आपको हासिल हो, आपकी दुनिया सवरे, आपकी आखिरत भी कामयाब हो। अल्लाह की याद से दिलों को कभी गाफिल न होने दीजिए। अल्लाह को याद रखिए, अल्लाह को याद रखिए, याद कीजिए, याद रखिए, याद रखिए, याद कीजिए और कभी भूलिए नहीं और कभी गफलत और भूल को मैं दुआ करता हूँ कि अल्लाह ताला अपनी खुशनुदी और अपनी रज़ामंदी से हमें हरकत करे। सब लोगों को अल्लाह ताला अपनी रज़ा से, अपनी खुशनुदी से नवाजे, हमारी हकीर कोशिशों को कबूल फरमाए और इसके पैगाम को लोगों तक पहुँचाने की जो कोशिश हम कर रहे हैं, अल्लाह ताला हमारी कोशिशों को कामयाब करे। अल्लाह ताला लोगों के दिलों को इस पैगाम के लिए खोले। अल्लाह ताला इस पैगाम के लिए सूरज की खुदा को साक्षात बनाए और आपका ये इज्तिमा इस अजीम मकसद के लिए बेहतरीन मददगार जरिया साबित हो। इस्लामी तहरीक, इस तहरीक इस्लामी फिक्र, उसका पैगाम आम हो जाए, लोगों तक पहुंचे। आप एक नए जज्बे के साथ यहाँ से जाएं और तमाम बिला लिहाज मजहब हो, हिंदू हो, मुसलमान हो, ईसाई हो, क्रिश्चियन हो, सिख हो, पारसी हो, कोई जवान होते हो, इन सब तक अपने इस पैगाम को पहुंचाने में लग जाएगा। हिंदुस्तान की निजात, मिल्लत इस्लामी हिंद की निजात और सारी दुनिया की निजात बस इसी पैगाम को समझने, मानने, कबूल करने और इसी की रोशनी में अपनी जिंदगी को बनाने में है। अल्लाह ताला हमारी मुसलमान वासुदावाना अल्हम्दुलिल्लाह। ഇന്ന് ഒരു കൂട്ടുമുന്നണിക്ക് നേതൃത്വം നൽകിക്കൊണ്ട് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന BJP അവരുടെ മാനിഫെസ്റ്റോയിൽ ഒട്ടേറെ കാര്യങ്ങൾ പറയുകയുണ്ടായി. പക്ഷേ അധികാരത്തിലെത്തുന്നതിന് വേണ്ടി ഒരു മിനിമം പരിപാടിക്ക് അവർ രൂപം നൽകിയിരിക്കുന്നു. ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥയിൽ ഒത്തുതീർപ്പിന്റെയും സമവായത്തിന്റെയും ഭാഷയിലാണ് മിനിമം പരിപാടിക്ക് രൂപം നൽകിയിട്ടുള്ളത്. പക്ഷേ നാളെ ഭൂരിപക്ഷവും അതുപോലെ തന്നെ പൂർണ്ണമായ അധികാരവും ലഭിച്ചാൽ ഏത് തരത്തിലുള്ള നിലപാടും ഏത് തരത്തിലുള്ള ശൈലിയുമാണ് BJP സ്വീകരിക്കുക എന്നത് രാജ്യത്തിലെ നിവാസികൾക്കിടയിൽ ആശങ്കയും അതുപോലെ തന്നെ ഭയവും ഉണ്ടാക്കുന്ന കാര്യമാണ്. ലോകത്തുടനീളം സമാധാനം ഉണ്ടാകണമെന്ന് ഇസ്ലാമിക പ്രസ്ഥാനം ആഗ്രഹിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിക്കും ഒരു വിപ്ലവ പ്രസ്ഥാനമാണ്. അത് ഒരു ശക്തമായ മൂവ്മെന്റാണ്, ഒരു മുന്നേറ്റമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നമസ്കാരമായിക്കൊണ്ട് വിനയാന്വിതരായിക്കൊണ്ട് അല്ലാഹുവിനെ സ്തുതിച്ചും സ്തോത്രം ചെയ്തും പ്രാർത്ഥിക്കാനുള്ള സന്ദർഭമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത അനുഗ്രഹത്തിന് വിനയാന്വിതരായി നന്ദി പ്രകാശിപ്പിക്കുവാനുള്ള സന്ദർഭമാണിത് എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ എണ്ണം വളരെ പരിമിതമാണ്. ആശ്വാസം എത്തിക്കേണ്ട കൈകൾ വളരെ വളരെ കൂടുതലാണെന്നുമാണ് ഈ നാം മനസ്സിലാക്കേണ്ടത്. 10 മടങ്ങ് ആവേശത്തോടും ആത്മാർത്ഥതയോടും കൂടി കർമ്മരംഗത്ത് ജ്വലിച്ചു നിൽക്കാൻ ഈ സാഹചര്യത്തിൽ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. സഹോദര സമുദായത്തിലെ സഹോദരന്മാരെ ഞാൻ പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു. ജമാഅത്തെ ഇസ്ലാമി ഒരു സാമുദായിക സംഘടന അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. വർഗീയതക്കും സംഘീയ സാമുദായികതയ്ക്കും അത് നടത്തിയ പോരാട്ടങ്ങൾ ശ്രദ്ധേയമായിരുന്നു. സാർവലൗകിക സാഹോദര്യവും അതിരുകളില്ലാത്ത മാനവികതയുമാണ് ജമാഅത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.
ദൈവത്തിന്റെ വ്യവസ്ഥയിലേക്കാണ് അത് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ദൈവം ഒന്നാണ്. ഹിന്ദുവിനും മുസ്ലിമിനും ക്രൈസ്തവനും വേറെ വേറെ ദൈവങ്ങളില്ല. ഒരേ ഒരു ദൈവം. അവന്റെ പേരില്ലാതെ മറ്റാരുടെ പേരിലാണ് നമുക്ക് ഒന്നിക്കുവാൻ കഴിയുക. അവന്റെ വ്യവസ്ഥിതിയല്ലാത്ത മറ്റേത് വ്യവസ്ഥിതിയാണ് നമുക്ക് സ്വീകാര്യമാവുക. ഇസ്ലാമിന്റെ ദർശനവും ജീവിത വ്യവസ്ഥിതിയും നിങ്ങൾ ഗൗരവപൂർവ്വം പരിശോധിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ ആദരിക്കുന്ന പ്രവാചകന്മാർ പഠിപ്പിച്ച നിങ്ങളുടെ വേദഗ്രന്ഥങ്ങൾ ഉദ്ഘോഷിക്കുന്ന അതേ സത്യത്തിന്റെ തനിരൂപമാണ് ഇസ്ലാം. മാനവരാശിയെ ദൈവപ്രോക്തമായ മൂല്യങ്ങളുടെ അച്ചുതണ്ടിൽ ഉറപ്പിക്കാനുള്ള ജമാഅത്തെ ഇസ്ലാമിക പരിശ്രമങ്ങൾ നിങ്ങൾ പിന്തുണക്കണം, നിർലോഭമായി സഹകരിക്കണം. വർഗീയതയ്ക്കും ഫാഷിസത്തിനുമെതിരെയുള്ള അതിന്റെ പോരാട്ടത്തെ സഹായിക്കണം. മതസൗഹാർദ്ദം നിലനിർത്താനുള്ള യത്നങ്ങളിൽ നിങ്ങൾ പങ്കാളികളാകണം. ലോകത്ത് അധർമ്മം വ്യാപിക്കുന്ന സന്ദർഭത്തിൽ ധർമ്മത്തിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി ഞാൻ അവതരിക്കുമെന്ന് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതുപോലെ എല്ലാ മതങ്ങളും ദർശനങ്ങളും ഈ ലോകത്ത് അനിവാര്യമായും ധർമ്മത്തിനും മൂല്യങ്ങൾക്കും വേണ്ടി എഴുന്നേൽക്കേണ്ടുന്ന അവസാനത്തെ സന്ദർഭമാണിത്. ഈ ലോകം ഒരു നാശത്തിന്റെ മധ്യയാണ് എത്തിനിൽക്കുന്നത്. ഈ ലോകം തീർച്ചയായും ദൈവത്തിന്റെ ശാപത്തിനും ശിക്ഷയ്ക്കും അർഹമാകുമാറും എന്നും അധർമ്മം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവത്തെ പ്രതിനിധീകരിക്കുന്ന, ധർമ്മത്തെ പ്രതിനിധീകരിക്കുന്ന, പ്രവാചകന്മാരെ പ്രതിനിധീകരിക്കുന്ന, മൂല്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനങ്ങൾ അവർ അന്തചിത്തം മറന്ന് പരസ്പരം കാലുവാരുന്ന രീതി മറ്റുകൊണ്ട് ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി അവരിൽ നല്ലവർ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി ശ്രമിക്കണമെന്നാണ് ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മതവിശ്വാസികളായ സഹോദരന്മാരെ പറയുവാനുള്ളത്, ഇത് നമ്മൾ തമ്മിലുള്ള പോരാട്ടത്തിന്റെ സന്ദർഭമാണ്. നമ്മൾ തമ്മിലുള്ള കൊടുക്കലിന്റെയും വാങ്ങലിന്റെയും കൂട്ടായ്മയുടെയും സന്ദർഭമാണ്. ഈ കാലഘട്ടം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ചരിത്രം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരൽപ്പം നിലവുണ്ടെങ്കിൽ ഈ മണ്ണും പ്രഭു ഇഷ്ടമാണ്. ഹിറായിലെ ഈ മണ്ണും ഒരൽപ്പം നിലവുണ്ടെങ്കിൽ പ്രഭു ഇഷ്ടമാണ്. My message to the Muslim leadership and my message to the people is this: if you say that Islam is right, and it is, if you say the Quran is the book of Allah, and it is, if you say Muhammad sallallahu alayhi wa sallam is the messenger of Allah, the last messenger, he is. But today, in this country, in India, I want to say to you, you Muslims must begin to show the people, not tell the people. يا أيها الذين آمنوا لما تقولون ما لا تفعلون كبر مقتا عند الله أن تقولوا ما لا تفعلون. All you who believe, why do you say that which you do not do? Grievous, odious is it in the sight of Allah that you say what you do not do? I am from America. And in America, they have 50 states. One of them called Missouri. And the name for Missouri is the Show Me State. Show me. Don't tell me. Show me. Every prophet came to their people. إلى واحد. إلى محمد صلى الله عليه وسلم. وإذ قال موسى لقومه، لوط لقومه، نوح لقومه، وإذ قال عيسى بن مريم يا بني إسرائيل إني رسول الله إليكم. And when Jesus said, oh children of Israel, I am a prophet to you. ولكن يقول الله سبحانه وتعالى قل يا محمد قل يا أيها الناس إني رسول الله إليكم جميعا. Say, I am a messenger of Allah to all of you. Muhammad sallallahu alayhi wa sallam is a messenger to the Arabs. Yes, and he's a messenger to the non-Arabs. Muhammad sallallahu alayhi wa sallam is a messenger to the black man in Africa. And Muhammad is a messenger to the white man in America and the white man in Europe. Muhammad is a messenger of
the people of Asia. Muhammad is a messenger of Allah to women. Muhammad is the messenger of Allah to men. Muhammad is a messenger of Allah to old people, to young people, to rich people, to poor people. He is the messenger of Allah to everybody. And Allah gave us a great gift in Rasulullah sallallahu alayhi wa sallam, Khatam al-Nabiyyin. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പറഞ്ഞ പ്രവാചകനാണ്, ഞാൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണെന്ന്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അറബികളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. ഒപ്പം തന്നെ അനറബികളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. അദ്ദേഹം കറുത്ത വർഗ്ഗക്കാരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്, വെള്ളക്കാരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. അദ്ദേഹം പുരുഷന്മാരിലേക്കും സ്ത്രീകളിലേക്കും സമ്പന്നരിലേക്കും ദരിദ്രരിലേക്കും എല്ലാവരിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. ഇന്ത്യയുടെ മിക്ക സംസ്ഥാനങ്ങളിലും വ്യവസ്ഥാപിതമായ ഘടകങ്ങളും ആസൂത്രിത പ്രവർത്തനങ്ങളുമുള്ള ഇസ്ലാമിക പ്രബോധനവും സാമുദായിക സംസ്കരണവും ഒപ്പത്തിനൊപ്പം ചിട്ടയോടെ നടത്തുന്ന ദേശീയ സാർവദേശീയ സാമുദായിക പ്രശ്നങ്ങൾ കുറച്ച് നിലപാടുകളും അഭിപ്രായങ്ങളും വെച്ച് പുലർത്തുന്ന നിരോധങ്ങൾക്കും വിലക്കുകൾക്കും ഭീഷണികൾക്കും വഴങ്ങാത്ത ചൈതന്യവത്തായ ഇസ്ലാമിക പ്രസ്ഥാനമായി സാവകാശം മുന്നേറാൻ പിന്നിട്ട് 50 വർഷങ്ങൾക്കകം ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമിക്ക് സാധിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. उर्दू अहबाब मुतवज्जी हो, ज़ुहर और असर दोनों मिला के पढ़ेंगे, सिर्फ जम असर नहीं है। ज़ुहर 4 रकात और असर 4 रकात। अल्लाहु अकबर। Allahu Akbar. Bismillah.
ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള സഹോദരങ്ങൾ, ഗുണകാംക്ഷികൾ, അമുസ്ലിം സുഹൃത്തുക്കൾ, ഇവരെയൊക്കെ ഞങ്ങൾ ആദരവോടുകൂടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്നും എവിടെയും ഏത് സാഹചര്യത്തിലും ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യ മക്കൾക്ക് മാർഗദർശനം നൽകുവാൻ വേണ്ടി കരുണാവാരിധിയായി അല്ലാഹു തആല നിശ്ചയിച്ചു കൊടുത്തിരുന്ന പ്രവാചകന്മാരിലൂടെ ലോകത്തിന് പഠിക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുള്ള ഇഖാമത്തുദ്ദീൻ എന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം. മനുഷ്യന്റെ ഐഹികമായ സമാധാനവും പാരത്രികമായ മോക്ഷവും ഒന്നിച്ചു ഉറപ്പുവരുത്തുന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ സംസ്ഥാപിക്കുക, ഒരേറ്റക്കുറച്ചിലും കൂടാതെ എന്നത്. അതേ പ്രകാരം തന്നെ മനുഷ്യരുടെ വ്യക്തിപരവും സാമൂഹ്യവുമായ ജീവിതത്തെ മുഴുവനായും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്മാർഗമൂർച്ചയിൽ വാർത്തെടുക്കുക എന്നതാണ് ഇഖാമത്തുദ്ദീൻ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. ये जो बातें हैं जमात इस्लामी जब ये कहती है कि इस दुनिया में खुदा की हिदायत के मुताबिक एक इनकलाब आना चाहिए, एक तब्दीली आनी चाहिए, ऐसा इस दुनिया का निज़ाम हो जिसमें खुदा ही की फरमारवाई हो, तो उसका रास्ता उसने ये बताया है और कुरान की रोशनी में बताया है कि इसका रास्ता दावत के जरिए इख्तियार होगा, दावत ही के जरिए उस मंजिल तक पहुंचा जा सकता है, कोई और रास्ता नहीं है। कुरान ने पैगंबरों के बारे में बताया कि उनका नस्बुल जिंदगी का इकामत दीन था, अन अकीमुद्दीन वला ततफर्रकू फीह कबुरा अलल मुशरिकीन मा तदऊहुम इलैह। देखिए कहा कि उनका जिंदगी का मकसद इकामत दीन था, तुम्हारी जिंदगी का मकसद